നമസ്കാരം. ബീഡിയുണ്ടോ സഖാവേ ഒരു തീപ്പെട്ടി എടുക്കാൻ? ഇതായിരുന്നു ഒരു കാലത്തെ കമ്മ്യൂണിസ്റ്റ് കോഡ്. സാധനം കയ്യിലുണ്ടോ എന്നതാണ് അമേരിക്കയിൽ ചെന്ന ദാസൻ സിയേഡിയും വിജയൻ സിയേഡിയും പങ്കുവച്ച കോഡ്. അങ്ങനെ കോഡ് വെച്ച് എന്തെല്ലാം വിനിമയങ്ങളാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അമ്മാതിരി ഒരു കോഡിൻ്റെ പേരിൽ പുലിവാല് പിടിച്ചിരിക്കുകയാണ് അമേരിക്കയിലെ FBI മുൻ ഉദ്യോഗസ്ഥൻ ജെയിംസ് കോമി. കഴിഞ്ഞ വർഷം കോമി ഒരു ബീച്ചിൽ ചെന്നപ്പോൾ കക്കയുടെ പുറന്തോട് ഉപയോഗിച്ച് ആരോ കടപ്പുറത്ത് 8647 എന്ന് എഴുതി വച്ചിരിക്കുന്നു. കോമി ആ ചിത്രമെടുത്ത് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തു. പക്ഷേ അത് വലിയ പുകിലായി. അപകടകരമായൊരു സന്ദേശമായിരുന്നത്രേ അത്. പ്രസിഡന്റിൻ്റെ നോട്ടപ്പുള്ളിയാണ് ഈ കോമി. നമ്മുടെയൊക്കെ നാട്ടിൽ ഹോട്ടലിൽ ഊണ് തീർന്നാൽ ഊണ് തീർന്നു, നോ മീൽസ് എന്നൊക്കെ ആയിരിക്കും എഴുതി വയ്ക്കുക. എന്നാൽ അങ്ങ് അമേരിക്കയിൽ ബിരിയാണി തീർന്നാൽ ബിരിയാണി 86 എന്നായിരിക്കും എഴുതി വയ്ക്കുക. അമേരിക്കയിൽ തീർന്നു എന്നതിൻ്റെ കോഡാണത്രേ 86. അപ്പോഴീ 47 എന്താണ്? അവിടെയാണ് മറ്റൊരു അപകടകരമായ സൂചനയുള്ളത്. 47ാമത്തെ പ്രസിഡന്റാണ് ട്രംപ്. അവിടം കൊണ്ടും തീർന്നില്ല. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ ട്രംപിനെ വധിക്കാൻ ശ്രമിച്ച ചാർലി ക്രിക്കിൻ്റെ തൊപ്പിയിൽ 47 എന്ന് എഴുതി വച്ചിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ജെയിംസ് കോമി പങ്കുവച്ച അക്കങ്ങൾ സൂചിപ്പിക്കുന്നത് ട്രംപ് നീ തീർന്നടാ തീർന്നു എന്നാണ്. അതോടെ ജെയിംസ് കോമിയെ അറസ്റ്റ് ചെയ്തു. ട്രംപിനെ തീർത്തു കളയാൻ ജെയിംസ് കോമി ആഹ്വാനം ചെയ്തു എന്നാണ് കേസ്. 86-47 ഒളിഞ്ഞിരിക്കുന്ന ഈ സൂചനകളെല്ലാം വെച്ച് നോക്കുമ്പോൾ ആരായാലും വിശ്വസിക്കും. ബിരിയാണി തീർന്നു എന്നതിൻ്റെ കോഡായ 86ഉം ട്രംപിനെ ആക്രമിച്ചയാളുടെ ക്യാപ്പിലെ കോഡ് 47ഉം ചേർന്ന് വന്നാൽ ആരായാലും പേടിക്കും. അപ്പോൾ പിന്നെ കരിങ്കോണകത്തിൻ്റെ തുണ്ടോ കാക്കത്തൂവലോ ഒരു മുദ്രാവാക്യമോ കേട്ടാൽ പിണറായി ഭയക്കുന്നതിൽ വല്ല കുറ്റവും പറയാനുണ്ടോ? ദൈവമേ, പിണറായിക്ക് വയസ്സ് 81. 5 വർഷം കൂടി ഭരണം കിട്ടിയാൽ എന്ന അർത്ഥത്തിൽ ഏതെങ്കിലും ഒരുത്തൻ ഒരു ട്രോൾ കാർഡ് ഉണ്ടാക്കാൻ പിണറായി 86 എന്ന് എഴുതിയാൽ എന്തായിരിക്കും അവസ്ഥ? ഭരണം ഇനി 2 ദിവസം കൂടിയുണ്ട്. പിണറായി 86 എന്ന് എഴുതിയാൽ പിണറായി തീർന്നു എന്നാണ് അർത്ഥം. അമേരിക്കയുമായി അഭേദ്യ ചികിത്സാ ബന്ധമുള്ളതിനാൽ പിണറായിക്കും ഈ കോഡിനെ ഭയപ്പെടേണ്ടി വരും. ഇനി പിണറായി 3.0 = 3G 86 എന്ന് എഴുതിയാൽ പിണറായി 3G ആയി തീർന്നു എന്ന അർത്ഥമാണ് വരിക. പിണറായി പറഞ്ഞ മാതിരി ട്രംപും പറഞ്ഞിരിക്കുകയാണ്, അമ്മാതിരി കോഡ് അമേരിക്കയിൽ വേണ്ട. നോക്കണേ, കുറ്റം തെളിഞ്ഞാൽ ജെയിംസ് കോമി 10 വർഷം പോയി അകത്ത് കിടക്കണം. അമേരിക്കയിൽ ട്രംപും ജെയിംസ് കോമിയും തമ്മിലുള്ള ഫൈറ്റ് പോലെയാണ് ഇവിടെ പിണറായിയും IASകാരും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പോകുന്ന പോക്കിലൊരു വെടി എന്ന പോലെ B അശോകനെ സസ്പെൻഡ് ചെയ്തു. സംസ്കൃത സർവകലാശാലയിലെ സിൻഡിക്കേറ്റ് അംഗമായ ലിസി മാത്യുവിനെ റിട്ടയർ ചെയ്യുന്ന ദിവസം തന്നെ കുറ്റപത്രം കൊടുത്താണ് യാത്രയാക്കിയത്. എന്തായാലും പിണറായിയും ഇനി വിസ വാങ്ങി പോവുകയാണ്. B അശോക് വിളിച്ചു പറഞ്ഞ നാറ്റക്കേസുകളൊക്കെ പിണറായി വിജയൻ്റെ തലയിൽ ഒരു പൊൻതൂവലായി ശോഭിക്കും. നവകേരള സദസ്സിന് ക്യാബിനറ്റ് മന്ത്രിമാർക്കും മുഖ്യനും പരിവാരങ്ങൾക്കും ഉച്ചയൂണും അത്താഴവും സൽക്കാരവും നൽകാൻ കളക്ടർമാരും RDOമാരും ബാറുകാരോടും പാറമടക്കാരോടും മാഫിയകളോടുമൊക്കെ ഇരുന്ന കഥയാണത്. അങ്ങനെ ഇരുന്ന് കാശുണ്ടാക്കാൻ പ്രത്യേക ഓർഡറും ഇറക്കി പോലും. ഇവരെ തീറ്റിപ്പോറ്റാനുള്ള ഫണ്ട് മാഫിയകളിൽ നിന്നാണത്രേ പിരിച്ചെടുത്തത്. വെറുതെയാണോ സജി ചെറിയാനൊക്കെ വരാലുകറി കൂട്ടി ഊണ് കഴിച്ചതിൻ്റെ കഥ പറഞ്ഞ് നടന്നത്? തെണ്ടി തിന്നുന്നതിനും ഒരന്തസ്സൊക്കെ ഉണ്ട്. ഉദ്യോഗസ്ഥരെ ഇരക്കാൻ വിട്ട് ആ കാശിന് മന്ത്രിമാരും മുഖ്യമന്ത്രിയും തിന്നതിൻ്റെ കഥ കേട്ടാൽ കേരളം നാണം കെട്ടുപോകും. ഓച്ചാനിച്ച് പഞ്ചപുച്ഛം അടക്കി നിൽക്കുന്ന IASകാർക്കും ബ്യൂറോക്രാറ്റുകൾക്കും മാത്രമേ പിണറായി ഭരണകൂടത്തിൽ രക്ഷയുള്ളൂ. എത്രമാത്രം നട്ടെല്ല് വളയ്ക്കാമോ അവർക്ക് സുഭിക്ഷമായി കഴിഞ്ഞുകൂടാം. ചോദ്യങ്ങളൊന്നും പാടില്ല, സംശയങ്ങൾ വരുത്. പിണറായി നിയമിച്ചിരിക്കുന്ന വിരമിച്ച മുതിർന്ന IASകാർ പറയും, ആശ്രിതർ അനുസരിച്ചു കൊള്ളണം. ഏതെങ്കിലും ചോദ്യം ചോദിച്ചാൽ വീട്ടിൽ പോയി ചോദിക്കാനല്ല പറയുക, മറിച്ച് വീട്ടിൽ പോയിരിക്കാനാണ് പറയുക. നോക്കൂ, എത്ര സുന്ദരമായിട്ടാണ് K ജയകുമാറും ദിവ്യ S അയ്യരുമൊക്കെ ജീവിതം ആസ്വദിക്കുന്നത്. ജനനന്മയെ കരുതി ചോദ്യം ചോദിച്ച അശോകും പ്രശാന്തും വീട്ടിലിരിക്കുന്നു. ഒന്നാം ഭരണം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ പിണറായി വകുപ്പ് മേധാവികൾക്കും നന്ദി പറഞ്ഞിരുന്നില്ല. വീണ്ടും വരുമെന്നറിയാവുന്നതിനാൽ നന്ദി പറഞ്ഞ് അവന്മാരെ സുഖിപ്പിക്കേണ്ട എന്ന് കരുതി. അല്ലെങ്കിൽ തന്നെ കമ്മ്യൂണിസ്റ്റുകളുടെ നിഘണ്ടുവിൽ ഇല്ലാത്ത ഒരു വാക്കാണ് നന്ദി. പണ്ടത്തെ ഒളിവുകാലം മുതൽ നന്ദിയില്ലായ്മ ഇവരുടെ കൂടപ്പിറപ്പാണല്ലോ. അന്നന്ന് കിട്ടുന്നത് തിന്നുക, ഏതെങ്കിലും തിണ്ണയ്ക്ക് കിടന്നുറങ്ങുക, രോമാഞ്ചങ്ങൾ പങ്കുവയ്ക്കാൻ പറ്റിയാൽ അത് ചെയ്യുക. ഇവിടെ നന്ദി പറഞ്ഞു നിന്നാൽ അതൊക്കെ കടപ്പാടാകും. എന്തായാലും കഴിഞ്ഞ ദിവസം പിണറായി വകുപ്പ് മേധാവികളെ എല്ലാം വിളിച്ച് നന്ദി പറഞ്ഞു. എൻ്റെ കൈകൾ ശുദ്ധമാണെന്ന് പറഞ്ഞ് ഒന്ന് പൊക്കി കാണിക്കണമായിരുന്നു. ഓരോ ഫയലിലും ഓരോ ജീവിതമുണ്ടെന്നാണ് അന്ന് അദ്ദേഹം കയറിയപ്പോൾ പറഞ്ഞത്.
കെട്ടിക്കിടക്കുന്ന 5 ലക്ഷം ഫയലുകളിലെ ജീവിതമൊക്കെ ഇപ്പോഴും ഉണ്ടോ അതോ ചത്തു തുലഞ്ഞോ? അവരുടെ അടിയന്തര കഞ്ഞികൂടി കുടിച്ചിട്ട് വേണമായിരുന്നു ഇറങ്ങാൻ. ബൈ ബൈ പിണറായി എന്ന് ഏതെങ്കിലും ഒരുത്തൻ പറഞ്ഞിട്ട് ടാറ്റ തന്നോ എന്തോ? എങ്കിൽ അവൻ്റെ കഥയും കഴിഞ്ഞേനെ. പോകുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒരു ചെറ്റ വർത്തമാനം കൂടി പറഞ്ഞിട്ട് പോണേ സാറേ. പിണറായിക്കും കുടുംബത്തിനും എക്സിറ്റ് അടിക്കാനുള്ള ഒരു പോളായിരുന്നു ഇത്. ഇറങ്ങിപ്പോകും മുമ്പ് ഈ പാർട്ടിയുടെ അസ്ഥി ഒരു കുടത്തിലാക്കി പിണറായി വിജയൻ കൊണ്ടുപോകും. കച്ചൂട്ടും തെളിച്ച് ഗോവിന്ദൻ മുൻപേ നടക്കും.